വേനൽക്കാലത്ത് കാർഷിക മേഖല ആകെ കരിഞ്ഞുടങ്ങുമ്പോൾ വസന്തത്തിന്റെ മനോഹരമായ ചില കാഴ്ചകളുമുണ്ട്. ഇടുക്കി മുട്ടുകാട് പാടശേഖരത്ത് പൂത്തുനിൽക്കുന്ന സൂര്യകാന്തി പൂക്കൾ സഞ്ചാരികൾക്കും മനസ്സിന് കുളിർമയേകുന്ന കാഴ്ചയാണ്. നല്ല ചൂടൊക്കെയല്ലേ, അപ്പോൾ കുളിരുള്ളൊരു കാഴ്ചയിൽ നമുക്ക് അങ്ങ് തുടങ്ങിയാലോ? കാണാം. പൂത്തുനിൽക്കുന്ന ഈ ചെറിയ സൂര്യകാന്തി പാടം ഹൈറേഞ്ചിന് പുതുമയുള്ള കാഴ്ചയാണ്. കാഴ്ചകളുടെ പറുദീസ തേടിയെത്തുന്ന വിനോദസഞ്ചാരികൾക്കും മനസ്സു നിറയ്ക്കുന്ന മനോഹര കാഴ്ച. വേനൽക്കാല അവധി ആഘോഷമാക്കാൻ എത്തുന്ന വിനോദസഞ്ചാരികൾ ഇപ്പോൾ മുട്ടുകാട്ടിലെ ഈ സൂര്യകാന്തി പാടത്തെത്താതെ മടങ്ങാറില്ല. കടുത്ത ചൂടിലും സൂര്യകാന്തി പാടത്തെ കാഴ്ചകൾ ഏറെ മനോഹരമെന്നാണ് അവധിയാഘോഷത്തിനെത്തുന്ന കുട്ടികൾ പോലും പറയുന്നത്. ഇവിടെ ഇത് കാണാൻ നല്ല രസമൊക്കെ ഉണ്ട്. അവധിയൊക്കെയുണ്ട്, എല്ലാവർക്കും വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. കുടിയേറ്റ കാലം മുതൽ ഇന്നോളം വരെ നെൽകൃഷി മുടങ്ങാതെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതാണ് മുട്ടുകാട്ടിലെ കർഷകർ. എന്നാൽ ജലക്ഷാമം മൂലം വർഷത്തിൽ ഒരു കൃഷി മാത്രമാണ് ഇപ്പോൾ ഇറക്കാൻ കഴിയുക. ഈ സാഹചര്യത്തിലാണ് പഞ്ചായത്ത് വേനൽക്കാല കൃഷി പ്രോത്സാഹനം എന്ന പദ്ധതി നടപ്പിലാക്കുകയും 1.5 ലക്ഷം രൂപ പാടശേഖര സമിതിക്കായി മാറ്റിവെക്കുകയും ചെയ്തത്. ഈ പദ്ധതി പ്രകാരമാണ് കർഷകനായ പുതിയ വീട്ടിൽ ബിജോ സൂര്യകാന്തി കൃഷി ഇറക്കിയത്. വേനൽക്കാല പച്ചക്കൃഷി പരിപാലനം, അതോടൊപ്പം തന്നെ കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്ന ലക്ഷ്യത്തോടു കൂടി നമ്മൾ കഴിഞ്ഞ വർഷം ഒരു 1 ലക്ഷം രൂപ വെച്ചു, ഈ വർഷം ഒരു 1.5 ലക്ഷം രൂപ വെച്ചു. നമ്മൾ അതിന് ഭാഗമായിട്ട് എല്ലാ കർഷകരോടും നമ്മൾ കൃഷി ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ഈ ആളുകളെ ഇപ്പോൾ കൃഷിയിലേക്ക് കൊണ്ടുവരാനുള്ള കാര്യം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഒരു സൂര്യകാന്തി കൃഷി, താഴോട്ടുള്ള ആളുകൾ പയർ കൃഷിയും അങ്ങനെയുള്ളതൊക്കെ ചെയ്തിട്ടുണ്ട്. വരും വർഷത്തിൽ കൃഷി വിപുലീകരിക്കാനാണ് ബിജോയുടെ തീരുമാനം. സൂര്യകാന്തി മോശം, മഴയില്ലാത്തതുകൊണ്ട് കൂടുതൽ ചെയ്യാൻ. കാർഷിക മേഖലയിലെ ഈ പുത്തൻ പരീക്ഷണം ഹൈറേഞ്ചിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്കും ഏറെ പ്രയോജനകരമാണ്. മുട്ടുകാട്ടിലെ സൂര്യകാന്തി പാടം ഒരു കൗതുക കാഴ്ച മാത്രമല്ല, കർഷകന്റെ അതിജീവനത്തിന്റെ മറ്റൊരു കൃഷിരീതി കൂടിയാണ്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.